ഹായ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓൾജിബ്രായിക് നമ്പർ ഫീൽഡ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾജിബ്രായിക് നമ്പേഴ്സും ഓൾജിബ്രായിക് ഇൻറ്റിജേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഓൾജിബ്രായിക് നമ്പേഴ്സിനെ നമുക്ക് ഒരു ഫീൽഡിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കാര്യമാണ് ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മുടെ നമ്പർ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കോൺഗ്രുവൻസ് ഒക്കെ പോളിനോമിയൽസിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളും അവസാനം ഓൾജിബ്രായിക് നമ്പേഴ്സ് വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഫീൽഡും ഈ പോളിനോമിയൽസിന്റെ ഫീൽഡും തമ്മിൽ നമുക്ക് കണക്ഷൻസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ്, സീറ്റ ഈസ് ആൻ ഓൾജിബ്രായിക് നമ്പർ. സീറ്റ ഒരു ഓൾജിബ്രായിക് നമ്പർ ആണെന്ന് കരുതുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എടുക്കുന്നു. എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് സം എ എൻ എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എടുക്കുന്നു. ഈ പോളിനോമിയൽ ക്യൂ എക്സിലെ പോളിനോമിയലാണ്. ദാറ്റ് മീൻസ് എ നോട്ട് എ വൺ എക്സെട്ര എ എൻ ബിലോങ്സ് ടു ക്യൂ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ എഫ് ഓഫ് സീറ്റയെ പറ്റി ചിന്തിക്കാം. ഈ ക്യൂവിനകത്തുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കും? ഓൾജിബ്രായിക് നമ്പേഴ്സ് ആയിരിക്കും. ക്യൂവിലുള്ള എല്ലാ എലമെന്റ്സും, റാഷണൽ നമ്പേഴ്സ് എല്ലാം ഓൾജിബ്രായിക് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ക്യൂവിലുള്ള എല്ലാ എലമെന്റ്സും ഓൾജിബ്രായിക് ആണ്. സോ എ നോട്ട് ഓൾജിബ്രായിക് ആണ്, എ വൺ ഓൾജിബ്രായിക് ആണ്, അപ് ടു എ എൻ വരെയുള്ള എല്ലാം എന്ത് തന്നെയാണ്? ഓൾജിബ്രായിക് നമ്പേഴ്സ് ആണ്. ഇതെല്ലാം ഓൾജിബ്രായിക് നമ്പേഴ്സ് ആണ്. നമുക്ക് സീറ്റ എന്ന് പറയുന്ന നമ്പർ ഓൾജിബ്രായിക് ആണ്. പ്രോഡക്റ്റ് ഓഫ് ടു ഓൾജിബ്രായിക് നമ്പർ ഈസ് അഗെയിൻ ഓൾജിബ്രായിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വൺ സീറ്റ ഓൾജിബ്രായിക്ക, എ ടു സീറ്റ സ്ക്വയർ ഓൾജിബ്രായിക്ക, എക്സെട്ര എ എൻ സീറ്റ റൈസ് ടു എൻ, ഇതെല്ലാം തന്നെ എന്തായിരിക്കും? ഓൾജിബ്രായിക് ആയിരിക്കും. ഈ നമ്പേഴ്സ് എല്ലാം തന്നെ ഓൾജിബ്രായിക് ആയിരിക്കും. സീറ്റ ഓൾജിബ്രായിക് ആണ്, സീറ്റ സ്ക്വയർ, സീറ്റ ക്യൂബ് എല്ലാം ഓൾജിബ്രായിക് ആണ്. സോ ഇതെല്ലാം ഓൾജിബ്രായിക്. അങ്ങനെയാണെങ്കിൽ ഈ സം എടുത്താൽ എ നോട്ട് പ്ലസ് എ വൺ സീറ്റ പ്ലസ് എ ടു സീറ്റ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ സീറ്റ റേസ് ടു എൻ. So this is also an algebraic number. So that is, if zeta is an algebraic, then we are choosing any polynomial in Qx, then f of zeta is also a algebraic number. F of zeta is an algebraic number. So ഇത് നമ്മുടെ അടുത്ത ഒരു ഫീൽഡിന്റെ ക്യാരക്ടറൈസേഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന ഒരു റിസൾട്ട് ആണ്. സോ ഇതുപോലെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് സീറ്റ ഈസ് ഓൾജിബ്രായിക്, സീറ്റ ഈസ് ഓൾജിബ്രായിക്, എഫ് ഓഫ് എക്സ്, എച്ച് ഓഫ് എക്സ് ക്യൂ എക്സിലെ എലമെന്റ്സ് ആണ്. സോ എഫ് ഓഫ് സീറ്റ ഓൾജിബ്രായിക് ആയിരിക്കും, എച്ച് ഓഫ് സീറ്റ ഓൾജിബ്രായിക് ആയിരിക്കും. വിത്ത് കണ്ടീഷൻ എച്ച് ഓഫ് സീറ്റ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കോഷ്യന്റ് ഓഫ് ടു algebraic number is again an algebraic number. So ഇതൊരു algebraic number. So ഞാൻ ഇനി എടുക്കുന്നത് ഇങ്ങനെയുള്ള h of f of theta by h of theta നോൺ സീറോ ആണെങ്കിൽ ഈ കോഷ്യന്റ് ഡിഫൈൻഡ് ആകത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള എലമെന്റ്സിന്റെ എല്ലാം കളക്ഷൻ എടുക്കാം. സീറ്റ ഓൾജിബ്രായിക് ആണ്. അപ്പൊ ഈ ടൈപ്പ് എലമെന്റ്സിന്റെ കളക്ഷൻ എടുക്കുന്നു. ഈ ടൈപ്പ് എലമെന്റ്സിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് that forms a field and that field is denoted by q of theta. ആ ഫീൽഡിനെ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യും? q of theta എന്ന് ഡിനോട്ട് ചെയ്യും. q of theta is the quotient of f of theta by h of theta such that h of x, f of x belongs to qx and hx not equal to 0. അത് നമുക്ക് എന്ത് ഫോം ചെയ്ത് തരും? ഒരു ഫീൽഡ് ആയിരിക്കും. ആ കിട്ടുന്നത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫീൽഡ് ആയിരിക്കും. അതാണ് ക്യൂ സീറ്റ എന്ന് പറയുന്ന ഫീൽഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനൊരു ഫീൽഡ്, ഇതിന്റെ ഫീൽഡ് ആണെന്ന് പ്രൂവ് ചെയ്യാനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ഫോമിലുള്ള രണ്ട് നമ്പേഴ്സ് എടുത്താൽ ഓൾജിബ്രായിക് നമ്പേഴ്സ് ആണ്, അതിന്റെ സം അഗെയിൻ ഓൾജിബ്രായിക് ആണ്. അപ്പൊ ഇങ്ങനെ ഈ ഫോമിലുള്ള രണ്ട് എലമെന്റ്സിന്റെ സം അഗെയിൻ ഓൾജിബ്രായിക് ആണ്, ഡിഫറൻസ് ഓൾജിബ്രായിക് ആണ്, കോഷ്യന്റ് ഓൾജിബ്രായിക് ആണ്, പ്രോഡക്റ്റ് ഓൾജിബ്രായിക് ആണ്. ഇതെല്ലാം നമ്മൾ ഓൾജിബ്രായിക് നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടിയിൽ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇത് ഒരു ഫീൽഡ് ആയിട്ട് കിട്ടി.
അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓൾജിബ്രയില് ക്യൂ സീറ്റ എന്ന് പറയുന്ന ഫീൽഡിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്യൂ സീറ്റ ഈസ് ദ സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് ബോത്ത് ക്യൂ ആൻഡ് സീറ്റ. പക്ഷെ അതിന്റെ ഒരു ഡെഫിനിഷൻ ഈ ഒരു ഫോമിൽ അല്ലായിരുന്നു. സോ ആ ഫീൽഡും ഈ ഫീൽഡും കൂടെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ക്യൂവിനകത്ത് ഇല്ലാത്ത ഒരു എലമെന്റും അതിനകത്തുള്ള, ഇപ്പൊ ഇതൊരു ഫീൽഡ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് ആക്ച്വലി ദിസ് ക്യൂ സീറ്റ is an extension field of Q ന്റെ ഒരു extension. For example, if we consider x square plus 1 equal to 0 എന്ന് പറയുന്ന പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ എന്ന് പറയുന്ന ഏതാ I ആണ്. സോ QI എന്ന് പറയുന്ന ഫീൽഡ്. അപ്പൊ QI എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്ത് QI ഡിഫൈൻ ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത ഡെഫിനിഷൻ അനുസരിച്ച് ഈ രീതിയിലുള്ള പോളിനോമിയൽസ് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തത്. ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുണ്ട് QI എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾജിബ്രയുടെ ബേസിസിലാണ് A+IB ഫോമിൽ വരുന്നത്, such that A, B belongs to Q. ഇതാണ് ആ ഫീൽഡ്. അപ്പൊ ഈ രണ്ട് ഫീൽഡുകൾ സെയിം ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഈ രണ്ട് ഫീൽഡുകൾ സെയിം ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് അടുത്ത ഒരു തിയറം നമുക്ക് തരുന്നത്. സോ വി ആർ മൂവിങ് ടു ദ തിയറം. If theta is an algebraic number of degree n, or theta is an algebraic number of degree n means thetaയുടെ മിനിമൽ പോളിനോമിയൽ എടുത്താൽ ആ മിനിമൽ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ n ആണ്. Then every number in this one Q of theta can be written uniquely as ഇങ്ങനെ യുണീക്ക് ആയിട്ട് എഴുതാൻ പറ്റും. Where AIs are rational numbers. AIs എന്തായിരിക്കും? റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ ശരിക്കും ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഓൾജിബ്രയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ QI എന്ന് പറയുന്നത് എങ്ങനെയാ എഴുതുന്നത്? നമ്മൾ ആ മുന്നേ പറഞ്ഞ രീതിയിലാണ് QI എഴുതുന്നത്. അത് ഇങ്ങനെയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അപ്പൊ നമ്മൾ ഇപ്പൊ എടുത്ത അനുസരിച്ചാണ് AI പ്ലസ് BI സ്ക്വയർ. AI പ്ലസ് B, സോറി, നമ്മൾ എടുത്ത പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ A0 പ്ലസ്, അപ്പോൾ A0 പ്ലസ് A1i അതെന്ന് പറയുന്നതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. അതായത് ഈ റിസൾട്ട്, ഈ തിയറം തരുന്നത് ഇത് ഈ നമ്മൾ ഇങ്ങനെ പോളിനോമിയൽ വെച്ച് എഴുതുന്ന ആ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദാറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് റാഷണൽസ് ആൻഡ് സീറ്റ. റാഷണൽ നമ്പേഴ്സിനെയും സീറ്റയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ് ആണെന്നാണ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഈ തിയറത്തിന്റെ നമുക്ക് പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. പ്രൂഫ്. സോ അതിനായിട്ട് സീറ്റയുടെ മിനിമൽ പോളിനോമിയൽ, ലെറ്റ് g of x be the minimal polynomial of 4 zeta. മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇറഡ്യൂസിബിൾ ആണ്, ലീഡിംഗ് കോഎഫിഷ്യന്റ് 1 ആവുന്നതായിട്ടാണ് നമുക്ക് എഴുതാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. G1 ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is g of theta equal to 0 ആണ്. g of theta എന്ന് പറയുന്നത് 0 ആണ്. അപ്പം എനിക്ക് ചെയ്യേണ്ടത് എന്താ, ഈ ഫോമില് ഈ ക്യൂ സീറ്റയിലെ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയണം. അപ്പൊ ഞാൻ ക്യൂ സീറ്റയിലെ ഒരു എലമെന്റ് എടുക്കുന്നു. ലെറ്റ് f of theta by h of theta belongs to q theta. ക്യൂ സീറ്റയിലെ ഒരു എലമെന്റ് ഞാൻ ചൂസ് ചെയ്തു. ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് h of theta എന്ന് പറയുന്നത് നോൺ സീറോ ആണ്. എന്ന് പറഞ്ഞാൽ സീറ്റ ഈസ് നോട്ട് എ റൂട്ട് ഓഫ് h. സീറ്റ ഈസ് നോട്ട് എ റൂട്ട് ഓഫ് h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ g of x ഉം h of x ഉം തമ്മിൽ കമ്പയർ ചെയ്താൽ g of x ഡസ് നോട്ട് ഡിവൈഡ് h of x. g of x ഡിവൈഡ് h of x ആയാൽ സീറ്റ ഇതിന്റെ എന്താവണം? റൂട്ട് ആയിട്ട് വരണം. കാര്യം എന്താ, g of x ആണ് മിനിമൽ പോളിനോമിയൽ, അതിനേക്കാൾ ഡിഗ്രി കൂടിയ പോളിനോമിയൽ ആണ് h of x. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ h-ന്റെ റൂട്ട് ആവണം. പക്ഷെ സീറ്റ h-ന്റെ റൂട്ട് അല്ലാത്തത് കൊണ്ട് g of x ഡസ് നോട്ട് ഡിവൈഡ് എന്തെന്ന് പറയാം? h of x എന്ന് പറയാം. ഇനി നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് g of x എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണ്. g of x എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണ്. അങ്ങനെയാണ് GCD of g of x, h of x എന്ന് പറയുന്നത് എന്താവാനേ പറ്റുള്ളൂ? 1 ആവാനേ പറ്റുള്ളൂ. ഡിവൈഡ് ചെയ്യത്തില്ല, ഇത് ഇറഡ്യൂസിബിൾ ആണ്. ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട് എന്ത് പറ്റി? GCD എന്ന് പറയുന്നത് 1 ആയിട്ട് മാറി. GCD 1 ആണെങ്കിൽ നമുക്ക് ഇവിടെ നമ്പർ തിയറിയിലെ ബിസോർട്സ് ഐഡന്റിറ്റി പോലെ പോളിനോമിയലിൽ നമ്മൾ ബിസോർട്സ് ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്.
So there exist polynomials g of x and h of x. g of x, h of x എന്ന് പറയുന്ന പോളിനോമിയൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യും such that g of x into capital G of x a plus h of x into capital H of x is equal to 1 ആയിരിക്കും. ഇവിടെ ഞാൻ എക്സിന് പകരം സീറ്റ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റീപ്ലേസ് എക്സ് ബൈ സീറ്റ, g of theta into capital G of theta plus h of theta into capital H of theta equal to 1. g of theta നമ്മളെ സംബന്ധിച്ച് എന്താണ്? 0 ആണ്. അപ്പൊ ഈ ടേം അങ്ങ് 0 ആയി. ഈ ടേം 0 ആയിട്ട് h of theta into capital H of theta എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. h of this quantity is not 0, this is 1. ഇവിടെ റീപ്ലേസ് ചെയ്തപ്പോൾ ഇത് 1 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് h of theta എന്തെന്ന് എഴുതാം? h of theta equal to 1 by capital H of theta equal to 1 by small h of theta. 1 by small h of theta. അപ്പൊ നമ്മുടെ ഈ നമ്പറിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. നമ്മുടെ ഈ ഒരു നമ്പറിനെ ഇപ്പൊ നമുക്ക് കിട്ടിയത് സ്മോൾ ക്യാപിറ്റൽ H of theta ഈക്വൽ ടു 1 by small h of theta എന്ന് കിട്ടി. നമ്മൾ എടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ f of theta by h of theta ആയിരുന്നു. അതിനെ എനിക്ക് ഇനി എന്തെഴുതാം? f of theta into 1 by h of theta യെ ക്യാപിറ്റൽ H of theta എന്ന് എഴുതി. അപ്പൊ ഈ നമ്പറിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ഞാന് ഇവിടെ ഒരു ഇത് ചെയ്യുന്നു. ലെറ്റ് f of x into h of x എന്ന് പറയുന്ന ഒരു പോളിനോമിയലിനെ k of x എന്ന് വിളിച്ചു. Then നമുക്ക് f of theta by h of theta യെ എന്തെഴുതാം? That is equal to k of theta. അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? k of theta എന്ന് എഴുതാം. അപ്പൊ ഈ k of theta എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ആണ്. k of theta എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ആണ്. ആ പോളിനോമിയലിനെ g of x കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് k of x by g of x. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് k of x is equal to g of x into q of x a plus r of x എന്ന് എഴുതാം. Where degree of r of x is less than degree of g of x. Degree of r of x is less than degree of g of x. ഇവിടെ സീറ്റ കൊടുക്കുവാണെങ്കിൽ k of theta equal to g of theta into q of theta plus r of theta. So k of theta equal to g of theta 0 ആയി, r of theta അപ്പൊ എന്തായി? r of theta ആയി. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺക്ലൂഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടേഷൻ, എനിക്ക് കെ സീറ്റയെ പറ്റി അല്ലെ കെ ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ പറ്റി എനിക്ക് ഒന്നും തന്നെ അറിയത്തില്ല. പക്ഷേ ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ പറ്റി അറിയാം. കാരണം ആർ ഓഫ് എക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ലെസ് ദാൻ ജി ഓഫ് എക്സ്, എന്നിനേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എന്തായിരിക്കും? എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഫോമിലുള്ളതാണ്. ഓക്കെ, ദെൻ എഫ് ഓഫ് സീറ്റ ബൈ എച്ച് ഓഫ് സീറ്റ എന്ന് പറയുന്ന പോളിനോമിയൽ എന്തിന് ഈക്വലായി? ആർ ഓഫ് സീറ്റയ്ക്ക് ഈക്വലായി. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? എ നോട്ട് പ്ലസ് എ വൺ സീറ്റ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് വൺ സീറ്റ റേസ് ടു എൻ മൈനസ് വൺ ഫോമിലുള്ളയായി. സോ ഈ ക്യൂ എക്സിലെ അല്ലെ ക്യൂ സീറ്റയിലെ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ ഫോം എ നോട്ട് പ്ലസ് എ വൺ പ്ലസ് എക്സെട്ര പ്ലസ് a n minus 1 theta raised to n minus 1. So ഇതായിരുന്നു നമ്മുടെ ആ തിയറത്തിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതാൻ പറ്റുന്നു. ഇനി നമുക്ക് അതിന്റെ കോഎഫിഷ്യൻസിനെ പറ്റി ചിന്തിക്കണം. കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ആർ ഓഫ് എക്സ്, ഈ കെ എക്സ് എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ പോളിനോമിയല, ഇതെല്ലാം ക്യൂ എക്സിലെ പോളിനോമിയല എന്ന് പറഞ്ഞാൽ കെ എക്സ് എന്ന് പറയുന്ന ക്യൂ എക്സിലെ പോളിനോമിയല, ജി ക്യൂ എക്സിലെ പോളിനോമിയല. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും എവിടുത്തെ പോളിനോമിയല? ക്യൂ എക്സിലെ പോളിനോമിയല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഓഫ് എക്സ് എവിടുത്തെ പോളിനോമിയല? ദിസ് ബിലോങ്സ് ടു ക്യൂ എക്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഎഫിഷ്യൻസ് എ വൺ എ ടു എ നോട്ട് എ വൺ എ ടു എക്സെട്ര എ എൻ എല്ലാം എവിടുത്തെ എലമെന്റ്? ക്യൂവിലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ റാഷണൽ കോഎഫിഷ്യൻസ് ആയി. സോ
ആ തിയറത്തിന്റെ ഫസ്റ്റ് പാർട്ട്, അങ്ങനെ ഒരു എക്സിസ്റ്റൻസ്, റാഷണൽ കോഎഫിഷ്യൻസ് ഉള്ള അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടുന്നത് യുണീക്നെസ് ആണ്. ഹാവ് ടു പ്രൂവ് ദ യുണീക്നെസ് പ്രൂവ് ചെയ്യണം. അപ്പൊ യുണീക്നെസ് പ്രൂവ് ചെയ്യാനെ കൊണ്ട് ഞാൻ എടുക്കുന്നു അങ്ങനെ രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട് എന്ന് എടുക്കാം. ഇപ്പം അല്ലെങ്കിൽ രണ്ട് പോളിനോമിയൽസ് രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതായത് ആർ ഓഫ് എക്സ് വെച്ചിട്ടല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ എടുക്കുന്ന ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞ രണ്ടെണ്ണം ഉണ്ട്, ആർ വൺ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരെണ്ണവും കൂടി ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആർ ഓഫ് എക്സ് മൈനസ് ആർ വൺ ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ ഞാൻ പി ഓഫ് എക്സ് എന്ന് എടുത്താൽ, ശരിക്കും പറഞ്ഞാൽ ഈ യുണീക്നെസിന്റെ പ്രൂഫ് ആ ആർ വണ്ണിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. കാര്യം എന്താന്ന് വെച്ചാൽ ആറിൽ നിന്ന് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ആർ എന്ന് പറയുന്നത് എന്താണ്? റിമൈൻഡർ ആണ്. ആ പോളിനോമിയലിന്റെ റിമൈൻഡർ ആണ്. അപ്പോൾ ഡിവിഷൻ അൽഗോരിതം പറയുന്നതിന് അനുസരിച്ച് റിമൈൻഡർ എന്താ? റിമൈൻഡർ നമുക്ക് അവിടെ ഒരു റിമൈൻഡർ, ആ ഡിഗ്രിയിലുള്ള ഒറ്റ റിമൈൻഡറേ ഉണ്ടാവത്തുള്ളൂ. സോ സെയിം പ്രൂഫാണ് നമ്മൾ ഇവിടെയും പോകാൻ പോകുന്നത്. ഇങ്ങനെ ഒരു പോളിനോമിയൽ ഉണ്ടെന്ന് കരുതുക. ആ ആർ വൺ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു രണ്ട് രീതിയിൽ എഴുതാം. അതിപ്പോ രണ്ട് രീതിയിൽ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ആർ ഓഫ് സീറ്റ എന്ന് പറയുന്ന രീതിയിൽ എഴുതാം, ആർ വൺ ഓഫ് സീറ്റ എന്ന് പറയുന്ന രീതിയിൽ എഴുതാന്ന് കരുതുക. ആ പോളിനോമിയലിനെ പി ഓഫ് എക്സ് എന്ന് വിളിച്ചു. പി ഓഫ് എക്സ് നോൺ സീറോ പോളിനോമിയൽ ആണെന്ന് കരുതുക. നോൺ സീറോ പോളിനോമിയൽ ആണെങ്കിൽ what should be the degree of p of x? This is less than or less than, strictly less than degree of g of x equal to n. And what is r of c? Degree less than, clearly less than n ആയിട്ടായിരിക്കും വരിക. So then r of theta minus r1 of theta not equal to 0. That means r of theta not equal to r1 of theta. നമ്മൾ എടുത്ത അനുസരിച്ച് r of x r1 of x ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ, രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. ഇതിപ്പോ a നോട്ട് പ്ലസ് a1 x പ്ലസ് എക്സെട്ര പ്ലസ് an x raised to n ആണെന്ന് കരുതുക. ഇത് b നോട്ട് പ്ലസ് some b1 x പ്ലസ് എക്സെട്ര പ്ലസ് bn x raised to n ഫോമിലാണെങ്കിൽ നമുക്ക് പറഞ്ഞേക്കുന്നത് r of theta എന്ന് പറയുന്നത് ആർ വൺ ഓഫ് സീറ്റ എന്ന് പറയുന്നത് സെയിം ആണ് എന്നുള്ള ഒരു അസംഷൻ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. രണ്ട് രീതിയിൽ റെപ്രസെന്റേഷൻ പോസിബിൾ എന്ന് പറഞ്ഞാൽ ആർ വൺ ഓഫ് സീറ്റ ഈക്വൽ. പക്ഷെ ഇത് ഡിഗ്രി, ഇത് ഈ പോളിനോമിയൽ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ആർ വൺ ഓഫ് സീറ്റ നോട്ട് ഈക്വൽ ടു ആർ ഓഫ് സീറ്റ എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായേ പറ്റത്തുള്ളൂ, ഈ കണ്ടീഷൻ ഉണ്ടായത് കൊണ്ട് നമുക്ക് എന്ത് പറഞ്ഞേ പറ്റും, ഇത് രണ്ടും സെയിം ആണ്. ഇത് ഒരു രീതിയിലുള്ള ഒരു പ്രൂഫ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിമൈൻഡർ എന്ന് പറയുന്ന യുണീക്ക് ആണെന്നുള്ള കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം പറയാം. ഇനി അടുത്ത നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എ ഈസ് കോൺഗ്രുവന്റ് ടു ബി മോഡ് എം എന്ന് പറയുന്നത് എപ്പോഴാ, എം ഡിവൈഡ്സ് എ മൈനസ് ബി ആണ്. സോ ഈ സെയിം നോഷൻ നമ്മൾ പോളിനോമിയൽസിൽ കൊണ്ടുവരാൻ പോവാം. അപ്പൊ എന്ത് വേണം, എഫ് വൺ ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് ടു ഓഫ് എക്സ് എന്ന് പറയുന്ന രണ്ട് പോളിനോമിയൽ ആണെങ്കിൽ എഫ് വൺ ഓഫ് എക്സ് ഈസ് കോൺഗ്രുവന്റ് ടു എഫ് ടു ഓഫ് എക്സ് മോഡ് വേറൊരു പോളിനോമിയൽ ജി ഓഫ് എക്സ് എന്ന് പറയണമെങ്കിൽ g of x should divide f1 of x minus f2 of x. ഈ നമ്പർ തിയറിയിലെ സെയിം നോഷൻ നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരുന്നു, ഇതിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വണ്ണും ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് വണ്ണും, സോറി എഫ് വൺ ഓഫ് എക്സ് ഇതും എഫ് ടു ഓഫ് എക്സ് ഇതും ക്യാപിറ്റൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ് സ്ക്വയറും എടുക്കുകയാണെങ്കിൽ എഫ് വൺ ഓഫ് എക്സ് മൈനസ് എഫ് ടു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് വൺ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ആണ്, സോറി ഇവിടെ ഞാൻ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ എടുക്കാം. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ. അത് 2x സ്ക്വയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ ഷുഡ് ഡിവൈഡ് 2x സ്ക്വയർ. സോ നമുക്ക് എന്ത് പറയാം, എക്സ് സ്ക്വയർ പ്ലസ് വൺ ഈസ് കോൺഗ്രുവന്റ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ മോഡ് എക്സ് സ്ക്വയർ. നമ്മുടെ നമ്പർ തിയറിയിലെ സെയിം നൊട്ടേഷൻ നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. സോ ഇതുപോലെ നമുക്ക് എഫ് വൺ ഓഫ് എക്സ് ഈസ് കോൺഗ്രുവന്റ് ടു എഫ് ടു ഓഫ് എക്സ് മോഡ് ജി ഓഫ് എക്സ് ഉണ്ട്. അതുപോലെ എച്ച് വൺ ഓഫ് എക്സ് ഈസ് കോൺഗ്രുവന്റ് ടു എച്ച് ടു ഓഫ് എക്സ് മോഡ് ജി ഓഫ് എക്സ് എന്നും ഉണ്ടെങ്കിൽ
നമ്മുടെ അവിടെ പ്രോഡക്റ്റ് ചെയ്യുന്ന കൂട്ട് f1 of x into h1 of x is congruent to f2 of x into h2 of x mod g of x എന്ന് നമ്മുടെ ആ നമ്പർ തിയറിയിലെ എല്ലാ റിസൾട്ട്സും നമുക്ക് ഈ ഒരു കോൺഗ്രുവൻസിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ പിന്നെ നമ്പർ തിയറിയിൽ നമ്മൾ അടുത്ത ഒരു റിസൾട്ട് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം a is congruent to b mod m ആണ്. അതുപോലെ a is congruent to b mod m ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായാലും നമുക്ക് ഈ കോൺഗ്രുവൻസിനെ തന്നെ വീണ്ടും നമുക്ക് ഒന്ന് മാറ്റി എഴുതാൻ പറ്റും. a is congruent to b mod അല്ലെ ഇങ്ങനെ ചിന്തിച്ചാലും മതി. a equal to bq plus r ആണ് റിമൈൻഡർ തിയറം ഡിവിഷൻ തിയറം വെച്ച്. അങ്ങനെയാണ് a is congruent to r mod b എന്നുള്ള നൊട്ടേഷൻ എഴുതും. നമ്മൾ ഇവിടെ സിമിലർ നൊട്ടേഷൻ എഴുതാൻ പറ്റും. f of x is equal to capital G of x into q of x plus r of x ആണെങ്കിൽ f of x is congruent to r of x mod g of x. സോ ഈ റിലേഷൻസ് എല്ലാം തന്നെ നമ്മുടെ നമ്പർ തിയറിയിലുള്ള എല്ലാ റിലേഷൻസും നമുക്ക് ഇവിടെയും കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഈ കോൺഗ്രുവൻസിന്റെ ഒരു എക്സ്റ്റൻഷൻ പാർട്ട് എന്നുള്ള രീതിയിൽ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാം. സോ നമുക്കിപ്പോൾ കിട്ടുകയെന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തൊരു ജി ഓഫ് എക്സ് വെച്ചുകൊണ്ട് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഒരു കോൺഗ്രുവൻസ് റിലേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആ കോൺഗ്രുവൻസ് റിലേഷൻസ് എന്ന് പറയുന്നതിനെ ഇനി നമുക്ക് ആ ഒരു കോൺഗ്രുവൻസ് റിലേഷൻ കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ മോഡുലോ ജി ഓഫ് എക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ മോഡുലോ ജി ഓഫ് എക്സ് നമ്മൾ യൂഷ്വലി മോഡുലോ അഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിന്റെ മോഡുലോ അഡീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടി ഇപ്പോൾ 5 പ്ലസ് 7 മോഡുലോ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുന്നു, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എഴുതുന്നു. സോ the similar way we can define the addition and multiplication modulo g of x. And നമ്മൾ ഇന്റിജേഴ്സിൽ എടുക്കുമ്പോൾ അഡീഷൻ മോഡുലോ 8 മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 8 കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇന്റിജേഴ്സിനെ നമുക്ക് എന്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും? റിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഇവിടെ പോളിനോമിയൽസിനെ നമ്മൾ അങ്ങനെ ഒരു റിങ്ങിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് അടുത്ത ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ ഓവർ ക്യൂ ഹാവിംഗ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ദ ടോട്ടാലിറ്റി പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള എല്ലാ പോളിനോമിയൽസിന്റെയും കൂടെ കളക്ഷൻ എടുക്കുന്നു വിത്ത് ദ കോഎഫിഷ്യന്റ് ഇൻ ക്യൂ with addition and multiplication modulo g of x forms a ring. Addition and multiplication modulo g of x forms a ring. ഇവിടെ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് രണ്ട് പോളിനോമിയൽ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ അത് നമ്മൾ ഈ എടുത്ത കളക്ഷനിൽ തന്നെ വരത്തുള്ളൂ. സോ അതുകൊണ്ട് അഡീഷനിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പൊ ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എടുത്താൽ മൈനസ് ആർ ഓഫ് എക്സ് ഇൻവേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും, സീറോ പോളിനോമിയൽ ഐഡന്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോമിലുള്ള കളക്ഷനിലുള്ള പോളിനോമിയൽ അഡീഷനിൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് ഗ്രൂപ്പ് ഫോം ചെയ്ത് കിട്ടും. ഇനി നമുക്ക് അതിനകത്ത് വെരിഫൈ ചെയ്യേണ്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനിൽ ഒരു പാർട്ടാണ് നമുക്ക് അവിടെ കിടക്കുന്നത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷനിൽ ഞാൻ ആർ1 ഓഫ് എക്സ്, ആർ2 ഓഫ് എക്സ്, R3 of x ഇങ്ങനെ 3 പോളിനോമിയൽ എടുത്തു. പോളിനോമിയലിന് നമുക്ക് എന്തുണ്ട്? അസോസിയേറ്റിവിറ്റി ഉണ്ട് പോളിനോമിയൽസിന്റെ കേസിൽ. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ഇതായതുകൊണ്ട് തന്നെ R1 of x into R2 of x into R3 of x is congruent to R1 of x into R2 of x into R3 of x mod g of x. സോ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്ന മോഡുലോയിൽ നമുക്ക് ഹോൾഡ് ചെയ്യുന്നു എന്ന് കാണാൻ പറ്റും. ഇൻ ദ സിമിലർ വേ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി R1 of x into R2 of x plus R3 of x. ഇത് പോളിനോമിയലിൽ എന്താണ്? R1 of x into R2 of x plus R1 of x into R3 of x.
സോ മോഡുലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി, ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റിയും റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഒക്കെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ദീസ് ഫോംസ് എ റിംഗ് അണ്ടർ ദ മോഡുലോ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. മോഡുലോ നമ്മൾ നമ്പേഴ്സിൽ പറയുന്ന കൂട്ട് തന്നെ പോളിനോമിയൽസിൽ ആ മോഡുലോ നമ്മൾ ജനറലൈസ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ ജനറലൈസേഷൻ ആണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോളിനോമിയൽ കോൺഗ്രുവൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുന്നേ പോളിനോമിയൽസിന്റെ GCD എല്ലാം കണ്ടു. ഈ പോളിനോമിയൽസിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നോഷൻസ് എല്ലാം തന്നെ, നമ്പർ തിയറിയിലുള്ള നോഷൻസ് എല്ലാം തന്നെ പോളിനോമിയൽസിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു റിസൾട്ട്. നെക്സ്റ്റ് തിയറം. സോ എനിക്കിപ്പോ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലോയിൽ ഒരു റിങ് കിട്ടി. ആ റിങ് പറയാം, നമുക്ക് എല്ലാ റിങ്സും ഫീൽഡ് ആവത്തില്ല. സോ ഈ റിങ്ങിനെ എനിക്ക് എപ്പോ ഫീൽഡ് ആക്കാൻ പറ്റും, അതാണ് അടുത്ത തിയറം പറയുന്നത്. ആ റിങ് ഫീൽഡ് ആവണമെങ്കിൽ ദാറ്റ് g of x is irreducible. g of x എന്തായിരിക്കണം? ഇറഡ്യൂസിബിൾ ആയിരിക്കണം. ഇറഡ്യൂസിബിൾ ആണെങ്കിൽ ഫീൽഡ് ആയിട്ട് മാറും. ഇറഡ്യൂസിബിൾ അല്ലെങ്കിൽ അത് ഫീൽഡ് ആവത്തില്ല. അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ആ ഒരു പാർട്ട് നമുക്ക് ആ തിയറത്തിൽ വേണം. പിന്നെ g of x മിനിമൽ പോളിനോമിയൽ ആണെങ്കിൽ, മിനിമൽ പോളിനോമിയൽ ഏതെങ്കിലും ഒരു ആൾജിബ്രായിക് നമ്പറിന്റെ മിനിമൽ പോളിനോമിയൽ ആണെങ്കിൽ ദാറ്റ് ഫീൽഡ് ഈസ് ഐസോമോർഫിക് ടു q സീറ്റ. അങ്ങനെയാണെങ്കിൽ ആ ഫീൽഡ് എന്തായിരിക്കും? ഐസോമോർഫിക് ടു q സീറ്റ. അപ്പൊ ഞാൻ ഫസ്റ്റ് സപ്പോസ് g of x ഈസ് റെഡ്യൂസിബിൾ, റെഡ്യൂസിബിൾ ആണെന്ന് എഴുതാം. അങ്ങനെയാണ് g of x നെ എനിക്ക് എങ്ങനെ എഴുതാം? സം g1 of x into g2 of x, where the degree of these two, where degree of g1 of x, degree of g2x, this lies between 1 and n minus 1. കാര്യം എന്താ? g of x ന്റെ ഡിഗ്രി നമ്മൾ n ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഡിഗ്രി ഓഫ് g of x എന്ന് പറയുന്നത് നമ്മൾ n ആയിട്ടാണ് അസ്യൂം. സോ ഇതിനിടയ്ക്കുള്ള ഒരു പോളിനോമിയൽ, ഇതിനിടയ്ക്കായിരിക്കും ഡിഗ്രി വരിക. അപ്പൊ ശരിക്കും ഞാൻ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് റിംഗ് ആണ്. റിങ്ങിനകത്ത് എല്ലാ എലമെന്റിനും യൂണിറ്റ് ഉണ്ടെങ്കിൽ, എല്ലാ എലമെന്റിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അത് എന്താ? ഓട്ടോമാറ്റിക്കലി ഫീൽഡ് ആണ്. അപ്പം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ g1 of x എന്ന് പറയുന്നതിന് ഇൻവേഴ്സ് ഇല്ല എന്ന് പറയാം. ടു പ്രൂവ് g1 of x has no inverse മോഡുലോ ക്യാപിറ്റൽ G of x. ഇത് പ്രൂവ് ചെയ്യുമ്പോൾ എന്തായി? ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട് വന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ g1 of x ന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? g1 of x നെ എനിക്ക് എങ്ങനെ? g1 of x into some f of x is congruent to 1 മോഡുലോ g of x എന്ന് പറയാം. ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? 1 മോഡുലോ g of x ആവത്തക്കോണം ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ g of x should divide g1 of x into f of x minus 1. ഇനി g1 of x ന്റെ പ്രത്യേകത എന്താ? g1 of x എന്ന് പറയുന്നത് g1 of g of x എന്ന് പറയുന്നത് g1 of x into g2 of x ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? g1 of x into ഈ ഫസ്റ്റ് ടേമിനെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? g of x ഡിവൈഡ് ചെയ്യും. സോറി, ഈ ഫസ്റ്റ് ടേമിനെ ഈ ഫസ്റ്റ് ടേം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പോ വേണ്ടത് g1 of x. ഓക്കെ, അപ്പൊ ഈ g1 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ, g കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ g1 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം? ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സോ g1 of x should divide g1 of x into f of x minus 1. അപ്പൊ ഈ ഫസ്റ്റ് ടേമിനെ g1 ഡിവൈഡ് ചെയ്യുന്നു. ദിസ് implies g1 of x should divide 1. g1 of x should divide 1. പക്ഷെ g1 ന്റെ ഡിഗ്രി എത്രയാണ്? g1 ന്റെ ഡിഗ്രി 1 നേക്കാൾ വലുതാണ്. എന്ന് പറഞ്ഞാൽ g1 ഒരിക്കലും കോൺസ്റ്റന്റ് പോളിനോമിയൽ ആകത്തില്ല. g1 ഒരിക്കലും എന്താവത്തില്ല? കോൺസ്റ്റന്റ് പോളിനോമിയൽ ആവത്തില്ല. ദാറ്റ് മീൻസ് എന്താ സംഭവിക്കുക? ഇങ്ങനെ വന്ന എന്തുകൊണ്ടാ? ഇങ്ങനെ ഒരു f of x ഉണ്ടെന്ന് എടുത്തുകൊണ്ടാ. സോ therefore g1 of x is not invertible. g1 of x not invertible ആണ്. g of x റെഡ്യൂസിബിൾ ആയതുകൊണ്ട് എന്ത് കിട്ടി? g1 of x എന്ന് പറയുന്നത് എന്ത് കിട്ടി? അതിന് ഇൻവേഴ്സ് ഇല്ല എന്ന് കിട്ടി. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? റെഡ്യൂസിബിൾ ആയപ്പോ ഇൻവേഴ്സ് ഇല്ല. സോ റെഡ്യൂസിബിൾ ആണെങ്കിൽ ഫീൽഡ് ആകത്തില്ല എന്ന് കിട്ടി.
ഇനി ഇറഡ്യൂസിബിൾ ആണെങ്കിലുള്ള പാർട്ട് നമുക്ക് നോക്കാം. ഇഫ് g of x is ഇറഡ്യൂസിബിൾ ആണെന്ന് കരുതുക. g of x ഇറഡ്യൂസിബിൾ ആണെങ്കിൽ g of x എന്ന് പറയുന്ന പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് g of x ഇറഡ്യൂസിബിൾ ആണെങ്കിൽ r of x എന്ന് പറയുന്ന ഏത് പോളിനോമിയൽ, ഏത് ഫോമിലുള്ള a0 പ്ലസ് a1x പ്ലസ് എക്സെട്ര പ്ലസ് an x raised to n, ഈ ഫോമിലുള്ള ഏത് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും എന്താണ്, എനിക്ക് ഇൻവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ആർ ഓഫ് എക്സിന് എന്തുണ്ടെന്ന് പറഞ്ഞാൽ മതി, ഇൻവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇൻവേഴ്സ് ഉണ്ടെന്ന് മാത്രം പോരാ, അതിന്റെ യൂണീക്നെസ്സും വേണം. അപ്പം ഈ ജി ഓഫ് എക്സ് ആർ ഓഫ് എക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട് ഇതിന്റെ ജി സി ഡി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ജി സി ഡി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസോർട്സ് ഐഡന്റിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോളിനോമിയൽസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലും എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലും എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് ആർ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ആർ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന 1 ആയിരിക്കും. ഇതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് പറയുന്ന നമ്പർ, ഇക്വേഷൻ അതിനെ ഞാൻ 2 എന്നങ്ങ് വിളിച്ചു. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ പ്രത്യേകത, എഫ് ഓഫ് എക്സിനെ എനിക്ക് എന്ത് ചെയ്യാം, ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണ് എഫ് ഓഫ് എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് സം ആർ വൺ ഓഫ് എക്സ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ therefore 1 becomes r of x into g of x into q of x plus r1 of x plus g of x into h of x is equal to 1. That is r of x into g of x into q of x plus r of x into r1 of x plus g of x into h of x is equal to 1. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേമിൽ നിന്ന് ജി ഓഫ് എക്സിനെ ഇങ്ങനെ കോമൺ ആയിട്ട് എടുക്കാം. ജി ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് ഇൻറ്റു ആർ വൺ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സമ്മ് എന്താണ്, 1 ആണ്. ഈ സം എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ ഇത് ജിയുടെ പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആർ വൺ ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ്, ആർ ഓഫ് എക്സ് ഈസ് കോൺഗ്രുവന്റ് ടു 1 മോഡുലോ ജി ഓഫ് എക്സ്. ഇത് മൾട്ടിപ്പിൾ ഓഫ് ജി ആണ്. അപ്പോൾ ദിസ് ഷുഡ് ബി കോൺഗ്രുവന്റ് ടു 1 മോഡുലോ എന്തെന്ന് പറയാം, ജി ഓഫ് എക്സ് എന്ന് പറയാം. 1 മോഡുലോ ജി ഓഫ് എക്സ് എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ആർ വൺ ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ആർ ഓഫ് എക്സ്. ആർ വൺ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ആർ ഓഫ് എക്സ് മോഡുലോ ജി ഓഫ് എക്സ്. അവിടെ നമുക്ക് ഇൻവേഴ്സ് കിട്ടി. ഇനി നമുക്ക് അടുത്ത അവിടെ നമുക്ക് റിമെയിൻ ചെയ്യുന്ന ഒരു പ്രോബ്ലം, ഈ ഇൻവേഴ്സ് യുണീക്ക് ആണ്. ഫീൽഡ് ആണെങ്കിൽ എന്തുണ്ടാവണം, യുണീക്ക് ആയിട്ട് ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഇൻവേഴ്സ് യുണീക്ക് ആണോ എന്നാണ് അടുത്തൊരു ചോദ്യം. ഇൻവേഴ്സ് യുണീക്ക് ആണോ എന്ന് ചോദിക്കാനെ കൊണ്ട് നമ്മൾ പറയും ഇതുപോലെ ആർ വൺ ഓഫ് എക്സും ആർ ടു ഓഫ് എക്സും രണ്ടെണ്ണം ഉണ്ട്, സച്ച് ദാറ്റ് ആർ ഓഫ് എക്സ് ഇൻറ്റു ആർ വൺ ഓഫ് എക്സ് ഈസ് കോൺഗ്രുവന്റ് ടു 1 മോഡുലോ ജി ഓഫ് എക്സ്. അതുപോലെ ആർ ഓഫ് എക്സ് ഇൻറ്റു ആർ ടു ഓഫ് എക്സ് ഈസ് കോൺഗ്രുവന്റ് ടു 1 മോഡുലോ ജി ഓഫ് എക്സ്. സോ ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് ആർ ഓഫ് എക്സ് ഇൻറ്റു ആർ വൺ ഓഫ് എക്സ് ഈസ് കോൺഗ്രുവന്റ് ടു ആർ ഓഫ് എക്സ് ഇൻറ്റു ആർ ടു ഓഫ് എക്സ് modulo g of x, which implies g of x should divide r of x into r1 of x minus r of x into r2 of x, which implies g of x should divide r of x into r1 of x minus r2 of x. And the degree of r of x is less than n and degree of g of x. So ഇത് ഡിവൈഡ് ചെയ്യത്തില്ല. g of x does not divide r of x. So which implies g of x should divide r1 of x minus r2 of x.
ഇവിടുത്തെ പ്രത്യേകത R1 R2 ഡിഗ്രി കുറവുള്ള ഡിഫറൻസ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്താ കണ്ടീഷൻ? R1 മൈനസ് R2 എന്ന് പറയുന്ന 0 പോളിനോമിയൽ ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 ഈസ് ഈക്വൽ ടു R2 ഈസ് ഈക്വൽ ടു R2. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു പാർട്ടും ക്ലിയർ ആയി. ആ ഒരു പാർട്ട് നമുക്ക് കിട്ടി. എന്ത്? ആ യുണീക്ക് ആയി. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ g of x ഈസ് ഇറഡ്യൂസിബിൾ ആൻഡ് only if അല്ലെ g of x ഈസ് ഇറഡ്യൂസിബിൾ ആണെങ്കിൽ എന്ത് കിട്ടി? the ring is the polynomial ring is a field. പോളിനോമിയൽ റിംഗ് ഫീൽഡ്. ഈ ആ പോളിനോമിയൽ റിംഗിന്റെ പ്രത്യേകതയുണ്ട്. പോളിനോമിയൽ റിംഗ് ഓഫ് ദ ഫോം R of x. ആ റിംഗ് R of x ഫോമിൽ വരുന്ന പോളിനോമിയൽ എന്തായിട്ട് മാറി? ഫീൽഡ് ആയിട്ട് മാറി. ഇനി നമുക്ക് അടുത്ത അവിടെ കിടക്കുന്ന ഞാൻ ആ ഫീൽഡിനെ ഞാൻ എഫ് എന്നങ്ങ് വിളിക്കാന്ന് വെച്ചാൽ എഫ് എന്ന ആ ഫീൽഡിനെ വിളിക്കാം. എന്താ? ദ ടോട്ടാലിറ്റി ഓഫ് all polynomials of the form a0 plus a1x plus etc plus anx raised. ആ ഫീൽഡിനെ ആ ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു ഫീൽഡ് വേർ a0 എക്സെട്ര an ബിലോങ്സ് ടു q, ആ ഫീൽഡിനെ ഞാൻ എഫ് എന്ന് വിളിച്ചു. അപ്പൊ ഇനി എനിക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ടു പ്രൂവ് f and q of theta are ഐസോമോർഫിക് ആണെന്ന്. സോ അതിനായിട്ട് ഇതിന്റെ ഐസോമോർഫിസം പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇത് ഐസോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് പറയണം? ഈ ഒരു ഫംഗ്ഷൻ ഒരു 1-1 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ആ 1-1 ഫംഗ്ഷൻ എന്ത് സാറ്റിസ്ഫൈ? ഒരു 1-1 ഫംഗ്ഷൻ പറയണം. ആ 1-1 ഫംഗ്ഷൻ എന്താണെന്ന് പറയണം? ഒരു ഹോമോമോർഫിസം ആണെന്ന് പറയണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനി അതിനകത്ത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഡിഫൈനിങ് phi from f to q omega q theta by phi of r of x equal to r of theta. By the definition itself, q theta elementന്റെ ഫോം a0 plus a1 theta plus etc plus an theta raised to n ഫോമിലുള്ളതാണ്. ആ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇത് phi എന്ന് പറയുന്നത് ബോത്ത് 1-1 ആൻഡ് ഓൺ-ടു ആണെന്ന് കിട്ടും. phi എന്ന് പറഞ്ഞാൽ ബോത്ത് 1-1 ആൻഡ് ഓൺ-ടു ആണെന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത പ്രൂവ് ചെയ്യേണ്ടത് R1 of x, R2 of x രണ്ട് എലമെന്റ്സ് എഫിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ phi of R1 of x plus R2 of x, so that is equal to R1 of theta plus R2 of theta, so that is equal to phi of R1 of x plus phi of R2 of x. So അത് അഡീഷന്റെ കേസിൽ പ്രശ്നമില്ല. ഇനി മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നോക്കാം. phi of R1 of x into R2 of x എന്ന് പറയുന്നത് R1 of theta. ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഇത് R1 into R2 എന്ന് പറയുന്ന അത് എന്താവാൻ സംഭവിക്കാം? അത് ഈ നമ്മുടെ ഈ എടുത്ത എഫിൽ എലമെന്റ് ആകണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? R1 into R2 of x is congruent R1 of x into some R3 of x മോഡുലോ g of x എന്ന് എഴുതുക. കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ പോളിനോമിയൽ ആണ്, അതിനെ ചെറുതാക്കാൻ വേണ്ടി. So that is equal to phi of R3 of x, so that is equal to R3 of theta. ഈ അഡീഷനിൽ എഴുതേണ്ടാത്ത കാര്യം രണ്ട് n-1 ഡിഗ്രി പോളിനോമിയൽ കൂട്ടിയാൽ അഗൈൻ അതൊരു n-1 ഡിഗ്രി പോളിനോമിയലോ അതോ അതിനേക്കാൾ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ എഫിലായിരിക്കും. പക്ഷെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എഫിൽ വരണമെന്ന് നിർബന്ധമില്ല. ഞാൻ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഫോർത്ത് ഡിഗ്രിയിലേക്ക് പോകാം. സോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഇതെടുത്തത്. അപ്പോൾ phi of R1 of x into R2 of x എന്ന് പറയുന്നത് ഇതായിട്ട് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് എന്താ R1 of theta into R2 of theta ആണോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പം
ഇങ്ങനെ വരികയാണെങ്കിൽ R1 of x into R2 of x is equal to g of x into some q of x plus R3 of x എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഇതിനെ എഴുതാൻ പറ്റുക. സോ എന്ന് പറഞ്ഞാൽ R1 of theta into R2 of theta is equal to g of theta into q of theta plus R3 of theta. സോ ഇത് g of theta എന്ന് പറയുന്ന 0 ആയി പോവും. g of theta 0 ആവാൻ കാര്യം g മിനിമൽ പോളിനോമിയലാ. സോ R1 of theta into R2 of theta എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് R3 of theta എന്ന് പറയുന്നത്. സോ ഇതിന് പകരം എനിക്ക് എന്ത് എഴുതാം? R1 of theta into R2 of theta എന്ന് പറഞ്ഞാൽ phi of R1 of x into phi of R2 of x. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? phi എന്ന് പറയുന്നത് is an isomorphism. phi എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസം ആയിട്ട് കിട്ടി. phi എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസം ആയിട്ട് കിട്ടി. സോ നമുക്ക് എന്താ, നമ്മൾക്കൊരു ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്തു. ആ ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യാൻ ജി ഓഫ് എക്സ് വെച്ചിട്ടാണ് ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്തത്. ജി ഓഫ് എക്സ് ഏതെങ്കിലും ഒരു ഓൾജിബ്രായിക് നമ്പറിന്റെ മിനിമൽ പോളിനോമിയൽ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫീൽഡും ഞാൻ കൺസ്ട്രക്ട് ചെയ്ത ഫീൽഡും ജി ഓഫ് റാഷണൽസ് ഓവർ സീറ്റ എന്ന് പറയുന്നത് ഫൈ ഓഫ് സീറ്റ എന്ന് പറയുന്നത് എന്തായി? ഐസോമോർഫിസം. ഇത് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ് സ്ക്വയർ പ്ലസ് വൺ, ഐ എന്ന് പറയുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന് പറഞ്ഞ പോളിനോമിയലിന്റെ റൂട്ട് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മിനിമൽ പോളിനോമിയൽ ഫോർ ഐ. ഇതാണ് എന്തെന്ന് പറയുന്നത് മിനിമൽ പോളിനോമിയൽ ഫോർ ഐ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എവിടെ വരും? ഇതിന്റെ ഡിഗ്രി 2 ആയതുകൊണ്ട് എ നോട്ട് പ്ലസ് എ വൺ എക്സ് എന്ന് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എ നോട്ട് പ്ലസ് എ വൺ എക്സ് സച്ച് ദാറ്റ് എ നോട്ട് കോമ എ വൺ ബിലോങ്സ് ടു ക്യൂ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫീൽഡ് ആണ്. ഇത് റെഡ്യൂസിബിൾ ആയതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ റിസൾട്ട് വെച്ചിട്ട് ഇതെന്താണ്? ഫീൽഡ് ആണ്. മോർ ഓവർ ദിസ് ഫീൽഡ് ഈസ് ഐസോമോർഫിക് ടു ക്യൂ ഓഫ് ഐ. ഈ ഫീൽഡ് എന്തുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും? ക്യൂ ഓഫ് ഐ ആയിട്ട് ഐസോമോർഫിക് ആണ്. ഈ ഒരു തിയറത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട് ആണ്. സോ അതാണ് ആ ഒരു തിയറത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. രണ്ട് ഫീൽഡുകൾ, ഒരു പോളിനോമിയൽ ഫീൽഡും പിന്നെ അല്ലാതെ ക്യൂവിന്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഐസോമോർഫിസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു ഐസോമോർഫിസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു റിസൾട്ടിന്റെ ഒരു പ്രത്യേകത. ഇനി അതുപോലെ നമ്മൾ ഇവിടെ എക്സ് ക്യൂബ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എടുത്ത് അതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഒമേഗ ഒമേഗ സ്ക്വയർ 1 ഒമേഗ ഒമേഗ സ്ക്വയർ. അപ്പൊ ഇതിന്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ക്യൂബിക് റൂട്ട് ഓഫ് 2 ക്യൂബിക് റൂട്ട് ഓഫ് 2 ഒമേഗ ക്യൂബിക് റൂട്ട് ഓഫ് 2 ഒമേഗ സ്ക്വയർ. ഇതായിരിക്കും ഈ പോളിനോമിയലിന്റെ റൂട്ട്. അപ്പൊ എനിക്ക് എന്ത്? ക്യൂ ക്യൂബിക് റൂട്ട് ഓഫ് 2 ക്യൂ ക്യൂബിക് റൂട്ട് ഓഫ് 2 ഒമേഗ ക്യൂ ക്യൂബിക് റൂട്ട് ഓഫ് 2 ഒമേഗ സ്ക്വയർ. ഇങ്ങനെ മൂന്ന് ഫീൽഡ് റൂട്ട് വെച്ചിട്ട് മൂന്ന് ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഈ മൂന്ന് ഫീൽഡും ഐസോമോർഫിക് ആണോ? ഈ മൂന്ന് ഫീൽഡുകളും പരസ്പരം ഐസോമോർഫിക്. ഇതിനകത്ത് ഇമാജിനറി പാർട്ട് വരുന്ന ഒരു ഫീൽഡ് അല്ല ഇത്, പക്ഷെ ഇതിനകത്ത് വരുന്നുണ്ട്, ഇതിനകത്തും വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഫീൽഡ് നമ്മൾ നോക്കുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ റിസൾട്ട് അനുസരിച്ച് ഇത് തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് ഇത് ഏത് ഫീൽഡുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും? എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ സച്ച് ദാറ്റ് എ നോട്ട് എ വൺ എ ടു ബിലോങ്സ് ടു ക്യൂ. ഈ സെറ്റ് മോഡുലോ എക്സ് ക്യൂബ് മൈനസ് 2 ഇവിടെ എടുക്കുമ്പോൾ മോഡുലോ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇതിൽ ഈ ഫീൽഡാ. ഈ ഫീൽഡുമായിട്ട് ഇത് ഐസോമോർഫിക് ആവണം. നമ്മുടെ തിയറം അനുസരിച്ച് ഇത് ഐസോമോർഫിക് ആയിരിക്കണം, ഇത് ഐസോമോർഫിക് ആയിരിക്കണം. ഐസോമോർഫിസം ട്രാൻസിറ്റീവ് ആയതുകൊണ്ട് എന്ത് പറയാ, ഈ മൂന്ന് ഫീൽഡുകളും ഐസോമോർഫിക്. ഈ മൂന്ന് ഫീൽഡ് ഇങ്ങനെയും ഈ ഒരു തിയറത്തെ നമുക്ക് ഈ ഒരു രീതിയിലും നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.